മലയാളത്തിലെ പ്രമുഖർ ഉപേക്ഷിച്ച 10 സിനിമകൾ. 1986 മോഹൻലാൽ നായകനായ രാജാവിന്റെ മകന്റെ കഥ ആദ്യം വായിച്ചത് മമ്മൂട്ടിയായിരുന്നു. പിന്നീട് പല കാരണങ്ങളെ കൊണ്ട് മമ്മൂട്ടി ആ സിനിമയിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. 2001 സൂപ്പർ ഹിറ്റായ കരുമാടിക്കുട്ടനിൽ നായികയായി ആദ്യം തീരുമാനിച്ചിരുന്നത് ദിവ്യ ഉണ്ണിയായിരുന്നു. എന്നാൽ കലാഭവൻ മണിയാണ് നായകൻ എന്നറിഞ്ഞ് ദിവ്യ ഉണ്ണി സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു. 1999 റിലീസായ ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ജയറാമിന്റെ റോളിന് പകരം ചെയ്യേണ്ടിയിരുന്നത് സുരേഷ് ഗോപി ആയിരുന്നു. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ മൂലം സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ആ സിനിമ ജയറാമിലേക്ക് എത്തുന്നത്. 1993 സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ഏകലവ്യന്റെ കഥ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മമ്മൂട്ടിയായിരുന്നു. 2016 മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായ പാവാടയിൽ പൃഥ്വിരാജിന്റെ അമ്മയായി ആദ്യം തീരുമാനിച്ചിരുന്നത് ശോഭനയായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ശോഭന ആ സിനിമയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ആ റോള് ആശാശരത്തിലേക്ക് എത്തുകയും ചെയ്തു. 2003 റിലീസായ പൃഥ്വിരാജ് നായകനായ ചക്രം സിനിമയിൽ ആദ്യം അഭിനയിച്ചിരുന്നത് മോഹൻലാലും ദിലീപുമായിരുന്നു. ഒരുപാട് സീനുകളും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തതാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം മോഹൻലാലും ദിലീപും സിനിമയിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ആ സിനിമ പൃഥ്വിരാജിലേക്ക് എത്തുന്നത്. 2013 റിലീസായ മോഹൻലാൽ നായകനായ ദൃശ്യത്തിന്റെ കഥ ജിത്തു ജോസഫ് ആദ്യമായി പറയുന്നത് മമ്മൂക്കയുടെ അടുത്താണ്. എന്നാൽ സിനിമകളുടെ ഡേറ്റ് ഇഷ്യൂ മൂലം പിന്നീട് ആ സിനിമ മോഹൻലാലിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. 1998 റിലീസായ സമ്മർ ഇൻ ബെത്ലഹേമിലെ കലാഭവൻ മണിയുടെ റോൾ ആദ്യം വന്നത് കുതിരോട്ടം പപ്പുവിനായിരുന്നു. എന്നാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം കുതിരോട്ടം പപ്പു സിനിമയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. 2006 റിലീസായ ക്ലാസ്മേറ്റ്സിൽ നരേന്റെ റോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കുഞ്ചാക്കോബനായിരുന്നു. എന്നാൽ കുഞ്ചാക്കോബന്റെ കുറെ സിനിമകളുടെ ഡേറ്റ് ഇഷ്യൂസ് മൂലം ആ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അവസാനമായി 2013 റിലീസായ പൃഥ്വിരാജ് നായകനായ മെമ്മറീസിന്റെ കഥ ജിത്തു ജോസഫ് ആദ്യം പറഞ്ഞത് മമ്മൂട്ടിയുടെ അടുത്ത് തന്നെയായിരുന്നു. എന്നാൽ ചില സിനിമകളുടെ ഡേറ്റ് ഇഷ്യൂസ് മൂലം മമ്മൂക്കയും ആ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പിന്നീട് പൃഥ്വിരാജിലേക്ക് ആ റോൾ എത്തപ്പെട്ടു. ഇതേപോലെ നിങ്ങളുടെ അറിവിലുള്ള താരങ്ങൾ നഷ്ടപ്പെടുത്തിയ സിനിമകൾ, അത്തരം സിനിമകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ വരേക്കും ബൈ.